പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ മനുഷ്യർ കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം എന്നീ അവസ്ഥയിലൂടെ അങ്ങനെ വേഷം കെട്ടി മാറി വേഷം കെട്ടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പലതും നേടിയും നഷ്ടപ്പെട്ടും സ്വീകരിച്ചും തിരസ്കരിച്ചും അനുഭവിച്ചും അങ്ങനെ എല്ലാ ജീവിതവും ഇങ്ങനെ നടത്തി ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്കെല്ലാ തൃപ്തിയും ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയുള്ളൊരു ബോധം, അയ്യോ പിന്നെ എനിക്കൊന്നും കിട്ടുന്നില്ലേ, അങ്ങനെ പല ബോധത്തിലോടുകൂടി ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ മനുഷ്യർക്കും സ്വയം നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്തൊരു പ്രവൃത്തിയുണ്ട്. എത്ര പ്രവർത്തിച്ചാലും നമുക്ക് സ്വയം നേടിയെടുക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയുണ്ട്. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നൊരവസ്ഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, അത് ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ ചത്ത് കിടന്നിട്ട് ചമഞ്ഞ് കിടക്കുമ്പോൾ അത് നമ്മൾക്ക് സ്വയം ആസ്വദിക്കാൻ ആണോ എന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളെല്ലാം ബ്യൂട്ടി കോൺഷ്യസ് ഉള്ളവരാണ്. എൻ്റെ മുഖം നല്ലതായിരിക്കണം, ഞാൻ നല്ലതായിരിക്കണം, എനിക്ക് നല്ലതാവണം, ഞാൻ ബ്യൂട്ടിഫുൾ ആകണം എന്നാഗ്രഹിക്കാത്ത ആരും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ടൊരു കവി പറഞ്ഞത്, കണ്ണാടി കൺമോളവും തന്നോടെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. സത്യത്തിൽ വിരൂപന്മാരെ ആക്ഷേപിച്ചതല്ല, അങ്ങനെ ഒരു കവി പാടിയതാണ്. ഓരോ പ്രാവശ്യം കണ്ണാടി നോക്കി ഇങ്ങനെ ആശ്വസിക്കും, ഞാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ ഞാൻ സുന്ദരനാണ് എന്നൊരവസ്ഥ. അപ്പോൾ ഈ മരിച്ചു കിടക്കുമ്പോൾ നമ്മളിലേക്ക് നമ്മളെ സൗന്ദര്യം ആസ്വദിക്കാനാണോ ആ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് അല്ല. എങ്കിലും നമുക്കിഷ്ടപ്പെട്ട നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഏറ്റവും താണവസ്ഥയിലുള്ളതായാലും ഏറ്റവും അതിലും കുറച്ചുകൂടി പൊങ്ങിയ അവസ്ഥയിലുള്ളതായാലും മാന്യമായാലും ബഹുമാന്യമായാലും ശ്രേഷ്ഠമായാലും എല്ലാം അങ്ങനെയുള്ള ഏത് വ്യക്തിയായാലും അവരിലേക്ക് എത്തിക്കുന്ന അവരുടെ ബാക്കിയുള്ളവർ അവശേഷിക്കുന്നവർ സ്നേഹത്തോടെ എത്തിക്കുന്ന ഒരവസ്ഥയാണ് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കുക എന്നൊരവസ്ഥ. എല്ലാ ജാതി മതസ്ഥരിലും ചത്ത് കിടക്കുമ്പോൾ കുളിപ്പിച്ച് ഭംഗിയായി വൃത്തിയായ വസ്ത്രം ധരിച്ച് കാണുന്നവർക്ക് അവരുടെ മനസ്സിലേക്ക് നല്ല വികാരങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് നമ്മളുടെ ഒരു ശരീരം, മരിച്ച ശരീരത്തെ കിടത്തുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ അവസാന യാത്രയാണ് ഈ ഭൂമിയിൽ. ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ലാസ്റ്റ് ജേണിയാണ്. ആ ജേണിയിൽ എല്ലാവരും വന്ന് അനുഗ്രഹിച്ച് അങ്ങനെ ആ യാത്ര അയക്കുമ്പോൾ പിന്നീട് ആ ഒരു ജന്മം അവിടെ സഫലമാവുകയാണ്. പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയാണ് നമ്മളുടെ അവസാന യാത്ര. ആ യാത്ര ധന്യമാവുമ്പോൾ വന്ന് കാണുന്നവർക്ക്, നമ്മുടെ പരിചയപ്പെട്ടവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് കേട്ടറിഞ്ഞവർ, കണ്ടറിഞ്ഞവർ, ഇവരെല്ലാം ഒരു മരിച്ച വ്യക്തിയെ കാണാൻ വരും. ആ ജഡശരീരം കണ്ടൊന്ന് നമസ്കരിക്കണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ആ മുഖം വികൃതമായും വൈരൂപ്യമായും ഇരുന്നാൽ കാണുന്നവരുടെ മനസ്സിലേക്കൊരു ഭീതിയാണ് ഉണ്ടാവുക. അതേസമയം അതൊരു ഭംഗിയായി നല്ലതുപോലെ വൃത്തിയായി കുളിപ്പിച്ച് നല്ലതുപോലെ മനോഹരമായി ഒന്ന് ചമയിച്ച് കിടത്തിയാൽ അത് കാണുമ്പോൾ ആ മരണത്തിൻ്റേതായ മണം അവിടെ ഉണ്ടാവുകയില്ല. അയാൾ നല്ലതുപോലെ ജീവിച്ചു, നല്ലതുപോലെ തന്നെ മരിച്ചു എന്നൊരു സൗഖ്യസുഖം കാണുന്നവരിൽ ഉണ്ടാവും. അതെപ്പോഴെങ്കിലും ആ വ്യക്തിയെ ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ മുഖമാണ് വരിക, അല്ലാതെ വികൃതമായ മുഖം വരുമ്പോൾ ഭയമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരവസ്ഥ നമുക്ക് തന്നത് എന്തുകൊണ്ടാണെന്നറിയട്ടേത്, നമ്മൾ ഭാരതീയ സംസ്കാരത്തിൽ ജനിച്ചതുകൊണ്ടാണ്. ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് പ്രകാശത്തിൽ രമിക്കുന്ന ഒരു സംസ്കാരമാണ്. എല്ലാ കാര്യങ്ങളിലും പ്രകാശം അങ്ങനെ രമിച്ച് കൂടിച്ചേർന്ന് എല്ലാം നല്ലതായി തന്നെ വരുന്നൊരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ആ ഭാരതീയ സംസ്കാരത്തിൽ ജനിച്ച നമ്മൾ എല്ലാവരും ആ സംസ്കാരത്തെ ഒന്ന് പ്രണമിക്കണം. ഭാരതീയ സംസ്കാരം എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മളെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് പൂന്താനം സ്വാമികൾ ജ്ഞാനപ്പാന എന്ന 356 വരികൾ നമുക്ക് എഴുതി സമർപ്പിച്ചത്. നമ്മളാരും അത് അധികമൊന്നും വായിക്കാറില്ല, കേൾക്കാറില്ല. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് ഒന്ന് കേൾക്കുകയെങ്കിലും വേണം. അതിനുള്ള മഹത്വം വളരെ മനോഹരമാണ്. അപ്പോൾ ഈ ചമഞ്ഞ് കിടക്കാനുള്ള അവസ്ഥ എല്ലാവർക്കും കിട്ടി എന്ന് വരികയില്ല. നമ്മുടെ കൊറോണ കാലത്തെ ഒന്ന് ഓർത്ത് നോക്കണം.
എത്രയെത്ര 6 അടി മണ്ണിൻ്റെ അവകാശികളായ മനുഷ്യർ, അല്ലെങ്കിൽ ഒരു അതിനാളത്തിൽ കരിഞ്ഞു പോകേണ്ടുന്ന മനുഷ്യർ, എത്ര മനുഷ്യരെ അത് ബഹുമാന്യരുണ്ട്, ശ്രേഷ്ഠരുണ്ട്, അതിനേക്കാൾ ഉയർന്ന നിലയിലുണ്ട്, സ്റ്റേറ്റ് ഓണറോടുകൂടി സംസ്കരിക്കേണ്ട മനുഷ്യരുണ്ട്. ഇവരെയെല്ലാം വലിയ ഗർത്തങ്ങളുണ്ടാക്കി അതിൽ ആദ്യം തന്നെ ബ്ലീച്ചിങ് പൗഡർ ചാക്ക് കണക്കിനിട്ട് അതിലേക്ക് പിന്നീട് ഈ ശവശരീരങ്ങൾ എറിഞ്ഞൊരവസ്ഥയുണ്ട്. അതെ, എന്നുവെച്ചാൽ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കേണ്ട അവസ്ഥയിൽ വേണ്ട ആ ശവശരീരങ്ങൾ ആർക്കും തൊടാൻ വയ്യാതെ മാസ്ക് എല്ലാം കെട്ടി തുണിയിൽ കെട്ടി പൊതിഞ്ഞ് ദൂരെ നിന്നും എറിഞ്ഞ് ആ കുഴിയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഭിക്ഷക്കാരനെന്നോ ഒന്നും ഒരു വ്യവസ്ഥയുമില്ല. അതിലേക്ക് അങ്ങനെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് എത്രയോ ശവശരീരങ്ങൾ നമ്മൾ കേട്ടതാണ്, നമ്മളെല്ലാം ആ വേദന അനുഭവിച്ചതാണ്, അല്ലേ? ഒരു പേമാരി പോലെ വന്ന കൊറോണ മനുഷ്യൻ്റെ ആ അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. എന്നിട്ട് എറിഞ്ഞതിന് ശേഷം അതിൽ മണ്ണെണ്ണ ഒഴിച്ചു, കത്തിയില്ലെങ്കിൽ കത്തി തീരുന്നില്ല എന്നൊരു ബോധമുള്ളതുകൊണ്ട് ബാരൽ കണക്കിന് പെട്രോൾ ഒഴിച്ചു, കത്തിച്ചാമ്പലാക്കിയ ശേഷം അത് അടച്ചു മൂടി അതിന് മുകളിലേക്ക് എത്രയോ ചാക്കുകൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശുദ്ധി വരുത്താൻ, അണുനാശം ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ആ ഒരു ശവശരീരത്തെ അടക്കിയതിന് ശേഷം അതിൻ്റെ അസ്ഥിയോ അതിൻ്റെ ചാമ്പലോ എടുത്തു കൊണ്ടുവന്ന് ഉദകക്രിയകൾ ചെയ്തതിന് ശേഷമല്ലേ നമ്മളെല്ലാം മരിച്ചവരെ മറക്കാനെങ്കിലും ശ്രമിക്കുന്നത്. ആ ഒരവസ്ഥ പോലും കിട്ടാത്ത എത്ര മനുഷ്യർ നമ്മളുടെ മുൻപിൽ ചത്തടിഞ്ഞു പോയി എന്ന് നമ്മൾ ഓർക്കണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ എല്ലാം ഒന്നും എപ്പോഴും സഫലമാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ നല്ല കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വായിച്ച് പഠിച്ച് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിലുള്ള അറിവ് അവരും അറിയുമ്പോൾ, അറിയാത്തവർ ഈ ജ്ഞാനപ്പാന എന്ന ഒരു പുസ്തകമുണ്ടെന്ന് പലർക്കും അറിയില്ലായിരിക്കാം, പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കണം. അങ്ങനെ ഈ കുഴിയിലെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിട്ടത് ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ അല്ല, ഒരു രോഗം പിടിപിടിച്ച് മരിച്ചുപോയ മനുഷ്യരെയാണ്, ഒരു മനുഷ്യ സമൂഹത്തെയാണ് ആ കുഴിയിലിട്ട് കത്തിച്ച് കളഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ മനുഷ്യ സമൂഹം എന്താണെന്ന് ഗുരു വളരെ ഭംഗിയായി, നമ്മൾ ഓരോ മനുഷ്യരും എന്താണ് ആരാണ് എന്ന് ഗുരു ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കേട്ടു നോക്കൂ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നഭിമുത്തുരത്നമോ. ഇത്രയുമാണ് മനുഷ്യർ, അല്ലാതെ ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യാനിയല്ല. അവിടെ കത്തിയെരിഞ്ഞത് പെട്രോളിൽ കത്തിയെരിഞ്ഞത്, മണ്ണെണ്ണയിൽ കത്തിയെരിഞ്ഞത്, ബ്ലീച്ചിങ് പൗഡറിൽ അങ്ങനെ എല്ലാം ദ്രവിച്ച് തീർന്നത്, ഇതെല്ലാം മനുഷ്യരായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ഈ മനുഷ്യർ എപ്പോഴും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ട്, കാമം ക്രോധം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് വെറുപ്പും വൈരാഗ്യവും ഒക്കെ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ പൂന്താനത്തിൻ്റെ 4 വരി ഒന്ന് കേൾക്കണം. കേട്ട് നമ്മളെല്ലാം നമ്മളെ മക്കൾക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. കാര്യം വൈരാഗ്യവും വെറുപ്പും എല്ലാം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ അതിൻ്റേതായ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തെങ്കിലും വ്യാപ്തിയുണ്ടോ, എന്തെങ്കിലും സുഖമുണ്ടോ? നമ്മളെല്ലാം കരിഞ്ഞു തീരുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോവുകയില്ല. പക്ഷേ കൊണ്ടുപോവുകയില്ല എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. നമുക്ക് വേണ്ടി എന്തായാലും എന്തെങ്കിലുമൊക്കെ നേടിവെക്കണം. കാരണം ജീവിതം നമ്മുടേതാണ്. ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം കൊടുത്ത് ജീവിച്ച് ഞാൻ നല്ലതാണ് അല്ലെങ്കിൽ അയാൾ നല്ലതാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയുക. പക്ഷേ കഴിയുന്നത് എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മളെ വലിയ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പലതും അറിഞ്ഞുകൂടാ. അത് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുകയുമില്ല. അതുകൊണ്ട് അമ്മമാരെങ്കിലും മക്കൾക്ക് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ അറിയുക. പൂന്താനം പറഞ്ഞു, കൂടിയല്ല വിറക്കുന്ന നേരത്തും കോടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. അത് വെറും പാഴ്വാക്കാണ്, വെറുതെയാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളിൽപ്പെട്ട് മത്സരിക്കുന്നത്. അവിടെ നമ്മൾ തോറ്റുപോവുകയുള്ളൂ. ജീവിതം തോക്കാൻ ഉള്ളതല്ല. നമ്മൾ ജീവിതം ദൈവത്തോടടുപ്പിക്കണം. ദൈവത്തോടടുത്തടുത്ത് ഓരോ പ്രവൃത്തിയിലും നമ്മൾ ദൈവത്തോടടുക്കണം.
പുണ്യവും പാപവും ഒരുപോലെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യജന്മമായി ജനിച്ചത്. നമ്മളിൽ പുണ്യവും പാപവും തുല്യ അവസ്ഥയിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പാപം എന്ന അവസ്ഥയെ പുണ്യത്തിലേക്ക് ചേർക്കണം. പുണ്യത്തിലേക്ക് ചേർക്കുന്ന പ്രവൃത്തിയിൽ ചെയ്താൽ നമ്മൾ നമ്മുടെ ജീവിതം ദൈവത്തോടടുക്കും. ദൈവം എന്നത് ഗോഡ് ഈസ് ദ ഓൾമൈറ്റി പവർ. ഗോഡ് ഈസ് ഓംനിപൊട്ടൻറ്റ്, ഓംനിപ്രസൻറ്റ്, ഓംനിവേർ. ആരും മറന്നു പോകരുത്. നന്ദി, നമസ്കാരം.